ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റിലേക്ക് കടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. 25,400 കടന്ന് നിഫ്റ്റി ഇന്ന് 25,423 ക്ലോസ് ചെയ്തു. 93 പോയിൻറ്റ്സിന് ഗെയിനാണ് ഉണ്ടായത്. US ഫെഡറൽ റിസർവിൻ്റെ 25 ബേസിസ് പോയിൻറ്റ് കുറച്ചതിനെ തുടർന്നും നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നീ സെക്ടേഴ്സ് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തു. നിഫ്റ്റി ഫാർമ 1.5% ആണെന്ന് ഉയർന്നത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 1.33% ആണ് ഉയർച്ച കണ്ടത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 55,727 ക്ലോസ് ചെയ്തു. 234 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 224 പോയിൻറ്റ്സ് ഗെയിൻ ഉണ്ടായി. 59,073 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 53 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. 18,476 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് 9.88 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 320 പോയിൻറ്റ്സ് ഉയർന്ന് 83,013 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. DII ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 3,344 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു DII. FIA 411 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി എനർജി, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 27,329 ക്ലോസ് ചെയ്തപ്പോൾ 34 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 125 പോയിൻറ്റ്സ് കുറഞ്ഞ് 35,442 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 135 പോയിൻറ്റ്സ് ഉയർന്ന് 26,698 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 201 പോയിൻറ്റ്സ് ഉയർന്ന് 56,522 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,855 ക്ലോസ് ചെയ്തപ്പോൾ 195 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 5 പോയിൻറ്റ്സ് ഉയർന്ന് 9230 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 36,750 ക്ലോസ് ചെയ്തപ്പോൾ 303 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 1627 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 9955 ക്ലോസ് ചെയ്തു. 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 4 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. 11,286 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 333 പോയിൻറ്റ്സ് ഉയർന്ന് 22,574 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് ഇന്ന് 11 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 7304 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 918 ക്ലോസ് ചെയ്തപ്പോൾ 0.65 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കാണാൻ സാധിച്ചത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,340 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,436 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2024 സെപ്റ്റംബറിൽ 25,810 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,423 നിൽക്കുമ്പോൾ 1.50% ലോസ് ആണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,423 നിൽക്കുമ്പോൾ 7.52% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 9 മാസം കൊണ്ട് 7.52% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,069 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,239 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,330 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 25,423 ക്ലോസ് ചെയ്തത്. ആകെ ഈ ആഴ്ച 309 പോയിൻറ്റ്സ് ആണ് നിഫ്റ്റിയിൽ ഉയർന്നു കണ്ടത്. 1.23% ഗെയിൻ പ്രോഫിറ്റ് ഉണ്ടായി. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് കഴിയുന്ന ഇറ്റേണൽ 2.92% റാലി നടത്തി. HDFC ലൈഫ് 2.22% റാലി നടത്തി. സൺഫാർമ 1.75%, സിപ്ല 1.31%, ഇൻഫി 1.23%, വിപ്രോ 1.16%, SBI ലൈഫ് 1.05%, HDFC ലൈഫ് 0.98%, ഡോക്ടർ റെഡ്ഡി 0.88% ആൻഡ് JSW സ്റ്റീൽ 0.88% റാലിയാണെന്ന് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിയുന്ന കോൾ ഇന്ത്യ 1.69% ഫോളോ കണ്ടു. ബജാജ് ഫിനാൻസ് 1.33% ഫോളോ കണ്ടു. ട്രെൻഡ് 0.93% ഫോളോ ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് 0.92%, ടാറ്റ കൺസ്യൂമർ 0.69%, ഏഷ്യൻ പെയിൻറ്റ് 0.63%, അപ്പോളോ ഹോസ്പിറ്റൽ 0.61%, അൾട്രാസിംകോ 0.57%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.47% ആൻഡ് ബെൽ 0.46% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ജർമ്മനിയിൽ നിന്ന് PPI ഡേറ്റ വരുന്നുണ്ട് 19 സെപ്റ്റംബറിന്. UK കോർ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.